സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആ സംഭവം പറയുന്നുണ്ട്. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലിംനി, എന്നെ പഠിപ്പിച്ചാലും, ഔജിസ്, ചുരുക്കി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. നബി ചുരുക്കിയ പറയാം, കുറച്ചേ പറയുള്ളൂ. നബിയുടെ ഉപദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ അങ്ങനെയായിരുന്നു. നബിയുടെ ജീവിത ചരിത്രം പറയുന്നിടത്ത് കാണാം, യതഖവ്വലു ബിൽ മൗഇദ, ചെറിയ ഉപദേശമുള്ളൂ. കുറേ നേരം നമ്മളെ മതിൽ കുറേ സമയം സംസാരിക്കില്ല. കുറേ സമയം സംസാരിച്ചാൽ അത് ഉൾക്കൊള്ളാൻ ആൾക്ക് കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല, ഉൾക്കൊള്ളാനും കഴിയില്ല, മറന്നുപോകും, ശ്രദ്ധ തെറ്റിപ്പോകും. നമ്മളൊക്കെ അനുഭവമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഔജീസ്, കുറച്ച് പറഞ്ഞാൽ ചുരുക്കി പറയണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫസല്ലി സ്വലാത മുവദ്ദിഅ, മുവദ്ദിഅന്റെ സ്വലാത്താണ് നീ നിർവഹിക്കേണ്ടത്. മുവദ്ദിഅ എന്ന് പറഞ്ഞാൽ വിട വാങ്ങുന്നവൻ, വിട ചോദിക്കുന്നവൻ എന്നൊക്കെയാണ്. വിട വാങ്ങുക എന്ന് പറഞ്ഞാൽ യാത്ര ചോദിക്കണ, വിട വാങ്ങുന്ന ആളുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പോകും എന്നുള്ള നിലക്കാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്, ഓരോ നമസ്കാരം. അതാണ് ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഅ, വിടവാങ്ങുന്നവനെ പോലെ നമസ്കരിക്കുക. ഈ നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഭൂമിയിൽ ഉണ്ടാവില്ല. ആ ഒരു ചിന്തയോടുകൂടി നമസ്കരിക്കുക. അപ്പൊ ആ നമസ്കാരം എന്തായിരിക്കും? ഒരു വല്ലാത്ത നമസ്കാരമായിരിക്കും. ഈ വധശിക്ഷയ്ക്ക് വിധിച്ച ആളുകളെ അവരോട് ചോദിക്കും, അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ സമയത്ത് നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കഥകളൊക്കെ ചരിത്രത്തിൽ കാണാം. ഒരു വല്ലാത്ത നമസ്കാരമായിരിക്കും, വല്ലാത്ത പ്രാർത്ഥനയായിരിക്കും. ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ട നമസ്കാരത്തിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം എന്നുള്ള നിലക്ക്, ഒരു വസിയ്യത്ത് എന്നുള്ള നിലക്ക് പറഞ്ഞു തരും. നമ്മുടെയൊക്കെ ആശങ്കയാണ്, ആവലാതിയാണ്, നമുക്ക് നമസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല, ഖുശൂ കിട്ടുന്നില്ല. നമ്മളെല്ലാവരെയും ആവലാതിയാണ്, എല്ലാവരും, ആരും ഇന്ന് ഒഴിവല്ല, ഖുശൂ കിട്ടാൻ. നമ്മളത് പരസ്പരം പലപ്പോഴും പറയാറുണ്ട്, നമസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല എന്ന്. എത്രയെന്ന് ചോദിച്ചാൽ ചിലപ്പോ നിസ്കാരം എവിടെ എത്തി എന്നൊരു സംശയം കൂടി നമുക്കുണ്ട്. ഇമാമിന്റെ കൂടെ ആണെങ്കിൽ പിന്നെ അങ്ങനെ പോയാൽ മതി എന്നൊക്കെ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ചിലപ്പോ എത്ര റക്അത്തായി സുജൂദ്, ഞാൻ എൻ്റെ ആടെ പറയണേ, നിങ്ങളെ അനുഭവം എന്താ? നിങ്ങൾക്ക് ചെയ്തോ ഇല്ലേ? ഒരു സുജൂദ് ബാക്കിയുണ്ടോ? അല്ലേ? ഇനി ഇമാമിന്റെ കൂടെയാണ് നമ്മൾ നിസ്കരിക്കണമെങ്കിൽ ഇമാമിന്റെ കൂടെ തുടങ്ങി സലാം വീട്ടുമ്പോഴാണ്, ഓ കഴിഞ്ഞുല്ലേ. അപ്പൊ ഇതിനുള്ള പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. അതെങ്ങനെയാ അങ്ങനെ നിസ്കരിക്കുക? സ്വലാത്ത മുവദ്ദിഅ എങ്ങനെയാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ 142-ാമത്തെ വചനത്തിൽ മടിയന്മാരുടെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നു.
മടിയന്മാരുടെ നമസ്കാരം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ നമ്മളില്ല എന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ നമസ്കാരം മടിയോടുകൂടിയല്ല എന്ന് ഉറപ്പ് വരുത്തുക. നമസ്കരിക്കേണ്ടത് ഭയങ്കര താല്പര്യത്തോടുകൂടിയിരിക്കണം. ഒരു നമസ്കാരം കഴിയുമ്പോൾ അടുത്ത നമസ്കാരം ആകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും, ആഗ്രഹമാണ്. അതാണ് താല്പര്യം എന്ന് പറയുന്നത്. ആകരുതേ എന്നല്ല, ആകാൻ ആഗ്രഹം, ആയാൽ അത് നിർവഹിക്കാനുള്ള ആഗ്രഹം. അത് നമ്മളൊക്കെ ഇപ്പോഴത്തെ അനുഭവം എന്താ വെച്ചാൽ, നിസ്കരിച്ചാലാണ് കഴിഞ്ഞിട്ടിരുന്നു എന്നൊക്കെ പറയുന്നത്. നിസ്കരിച്ചാൽ അങ്ങനെ കഴിഞ്ഞിട്ടും അപ്പൊ ഇത് എന്താ, എന്തോ ഒരു ഭാരമാണ്. നമ്മളതിന് മോചിതമാണ്. നമുക്ക് നമസ്കാരം എല്ലാ വിഭാഗത്തുകളും അങ്ങനെ ഇരിക്കണം. നമുക്ക് ഭയങ്കര താല്പര്യത്തോടു കൂടി ചെയ്യാൻ കഴിയും, ഇഷ്ടമുണ്ടാകും. അപ്പൊ അല്ലാത്തത് ആപത്താണ്. അതാണ് സൂറത്തുൻ നിസായിൽ 142-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. നിശ്ചയമായും മുനാഫിഖുകൾ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്, അല്ലെങ്കിൽ വഞ്ചിക്കാൻ നോക്കുകയാണ്. എന്നാൽ വഹുവ ഖാദിഉഹും, യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്. അള്ളാഹിനെ വഞ്ചിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. എന്നിട്ട് എന്താണ് അവരുടെ വഞ്ചന എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. വഇദാ ഖാമു ഇലസ്സലാ ഖാമു കുസാല. അതാണ് വഞ്ചന. നമസ്കാരത്തിന് നിന്നാൽ അവര് അലസന്മാരായി കൊണ്ടാണ് നിൽക്കുക. എങ്ങനെയാണിത് വഞ്ചന? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ബന്ധം ചേർക്കാനുള്ള ഒരു വഴിയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ബന്ധം ചേർക്കാൻ വേണ്ടി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാതെ ആവുമ്പോൾ അത് വഞ്ചനയായി. ഞങ്ങളോട് ഞാൻ സംസാരിക്കണമെന്നില്ല, ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ. പക്ഷെ അപ്പൊ എൻ്റെ ഉള്ളിലുണ്ട്, ഇയാളോട് പോയി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ പല സമയത്തും നമുക്ക് ഉണ്ടാകാറുണ്ട്. പാടില്ല, പക്ഷെ ഉണ്ടാകാറുണ്ട്. അത് വഞ്ചനയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും അതാണല്ലോ, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു, വേഗം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ എന്തോ ചെയ്യും, ആർക്കോ വേണ്ടി ചെയ്യാം. അതാണ് പാമോ കുസ്സാന. നമുക്ക് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. ക്ഷീണത്തിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ വരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അതെ, എന്റെ പേരൊന്നും ഞാൻ പറയണം. അത് കഴിഞ്ഞാലോ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് ടിവിന്റെ മുമ്പിൽ പോയിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, ഉറക്കം, തലവേദന, എല്ലാ അലസതയുടെയും ലക്ഷണം. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര ആപത്താണ്. ഇത് അള്ളാഹുവിനോട് ചെയ്യുന്ന വഞ്ചനയാണ്. അതാണ് പറയുന്നത്, അവരെന്തിനാ നിസ്കരിക്കണേ? യുറാഊന അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കും. അതാണ് യുറാഊന അന്നാസ്. അതൊരു വല്ലാത്ത അബദ്ധമാണ്. وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس. അപ്പൊ ചോദിക്കൂലേ, നിസ്കരിച്ചോ? അല്ലെങ്കിൽ നമ്മൾ ആളുകളൊക്കെ എന്ത് കരുതും? അങ്ങനെ നിസ്കരിക്കരുത്. അള്ളാഹുവിനെ കാണിക്കാൻ അല്ലാതെ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വളരെ വഞ്ചനയാണ്. അല്ലെ? നമ്മൾ ചിലപ്പോ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ചില കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ട്, നമ്മള് ഒരു പേരിന് ചേർക്കും. അല്ലെങ്കിൽ എന്ത് കരുതും അവര്? നമ്മളവരെ കണ്ടിട്ട് മുണ്ടിയിട്ടില്ലെങ്കിൽ എന്ത് കരുതും? സംസാരിച്ചിട്ടില്ലെങ്കിൽ, അവരെ കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അത് യുറാഊന അന്നാസ. സത്യത്തിൽ അതിനല്ല നമ്മൾ കുടുംബബന്ധം ചേർക്കേണ്ടത്. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് വലിയ ഒരു സൽക്കർമ്മമാണ്. വലിയൊരു സൽക്കർമ്മം, അള്ളാഹു കൽപ്പിച്ച വലിയൊരു സൽക്കർമ്മം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യരുത്. അത് വഞ്ചനയാണ്. മൂന്നാമത്തേത് അള്ളാഹ് പറഞ്ഞത് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല.
വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. ആ നമസ്കാരത്തിൽ അവർ കുറച്ച് മാത്രമേ അള്ളാഹിനെ ഓർക്കുള്ളൂ, ബാക്കിയൊക്കെ വേറെ എന്തൊക്കെയോ ഓർക്കും. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. കുറച്ച് മാത്രം അള്ളാഹിനെ ഓർക്കും, ബാക്കിയൊക്കെ വേറെ എന്തോ ആണ് ഓർത്തത് നിസ്കാരത്തിൽ. ഇത് ശരിക്കും നമ്മൾ ഭയപ്പെടണം. അപ്പൊ ഇത് മടിയന്മാരുടെ നമസ്കാരമാണ്. ഈ മടിയന്മാരുടെ നമസ്കാരം മുനാഫിക്കുകളുടെ നമസ്കാരമാണ്. ഈ ഒരവസ്ഥ നമുക്കൊരിക്കലും വരാൻ പാടില്ല എന്നർത്ഥം. ഈ ഒരു നമസ്കാരക്കാരാകാൻ നാം പാടില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഈ സ്വലാത്ത് മുവദ്ദിഅ ആകാനുള്ള ഒന്നാമത്തെ വാണ്. നമുക്ക് ഓരോന്ന് നമുക്കിങ്ങനെ നമ്മളെ ക്ലിയർ ചെയ്ത് വരാം, അതൊന്നല്ലേ. ഇപ്പൊ നമ്മൾ തീരുമാനിക്കുക ഇനി എന്റെ നമസ്കാരം അങ്ങനെയാണെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത്. അല്ലാത്തൊരു നല്ല താല്പര്യമുള്ള ഒരു സമയത്തേക്ക് അതിനെ നീട്ടിവെക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ചു, ഭക്ഷണം മുമ്പിലുണ്ടായിരിക്കാൻ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. വിശക്കുണ്ട്, ഭക്ഷണം മുമ്പിലുണ്ട്, നിസ്കരിക്കാൻ പാടില്ല. ഇപ്പൊ ജമാഅത്ത് കഴിക്കഞ്ഞോട്ടെ, നിസ്കരിക്കരുത്. കാരണം അത് ആപത്താണ്, അത് ഈ നിസ്കാരമായി പോകും, നമുക്കറിയാലോ. അതുപോലെ മലമൂത്ര വിസർജനത്തിന് മുട്ടി നിൽക്കാൻ നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞിട്ട്. പാടില്ല. നിസ്കാരത്തിന് കഴിയും, ജമാഅത്ത് കഴിയും, പള്ളിയിൽ കഴിഞ്ഞോട്ടെ. കാരണം മറ്റൊരു ഭയങ്കര ആപത്താണ്, പാടില്ലാത്തതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ കുറെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാ പറഞ്ഞു വെച്ചാൽ ഈ നിസ്കാരമായി മാറും നമ്മുടെ നമസ്കാരം. അപ്പൊ ഒന്നാമതായി നമ്മൾ ഈ സ്വലാത്ത് മുവദ്ദിഅ ആകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. രണ്ടാമത്തേത്, യഥാർത്ഥ നമസ്കാരം നിർവഹിക്കുന്നവരെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാരാണ്? അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം വാഗ്ദാനം ചെയ്യുന്നത് നമുക്കത് മനസ്സിലാത്തതുകൊണ്ട്. സ്വലാത്ത്, ഈ സത്യത്തിൽ ഈ നമസ്കാരം എന്നുള്ള വാക്ക് എനിക്കിഷ്ടമല്ല അത് പറയാൻ, പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാനേ, അതല്ല സ്വലാത്ത്. സ്വലാത്ത് വേറെയാണ്, നമസ്കാരം വേറെയാണ്. നമസ്കാരം ഇപ്പൊ ഇതിന്റെ ആ മലയാളത്തിൽ ഇതിന്റെ ഒറിജിൻ വാക്ക് വെറുതെ ഞാൻ പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ശരിയാണോ നമുക്കറിയില്ല. നിൽക്കുക എന്നുള്ളതിനാണ് നമസ്കാരം ഉണ്ടായത്. നിൽക്കുക ഇരിക്കുക, അതാണ് എന്ത് നിക്കരിക്കുക എന്നാ പറഞ്ഞ പണ്ട്. നിക്കരിച്ചോ എന്നാ ചോദിച്ചിരുന്നത്. നിക്കരിക്കുക, നിൽക്കുക ഇരിക്കുക, നിൽക്കുക ഇരിക്കുക. അത് പിന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടി നിസ്കാരം എന്നാക്കി. അതാണ് നമസ്കാരമായത്. അല്ലാതെ ഈ സ്വലാത്തും നമസ്കാരമായിട്ടൊരു ബന്ധമില്ല. ഈ സ്വലാത്ത് വേറെയാണ്. നമ്മളതിങ്ങനെ പറഞ്ഞങ്ങടി ചീത്തയാക്കിയത്, പറഞ്ഞും ചീത്തയാക്കി, ചെയ്തും ചീത്തയാക്കി. അതിന്റെ ഒറിജിനൽ എന്താണ്, എങ്ങനെയാണ് അത് നിർവഹിക്കുന്നത് നമുക്കറിയില്ല. ഒരു 2 റക്അത്ത് നമ്മളെങ്ങാണ്ട് സ്വലാത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമ്മുടെ സ്വലാത്ത് ഒഴിവാക്കില്ല. അത്രയും ആനന്ദകരമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ യുദ്ധത്തിൽ അമ്പ് ഇങ്ങനെ ശരീരത്തിൽ തറച്ചിട്ട് ആ അമ്പ് ഊരാൻ വേണ്ടി, അന്നത്തെ സർജറി അങ്ങനെയാണ്, ഊരാൻ വേണ്ടി എന്താ ചെയ്തിരുന്നത്? നമ്മൾ ആ ചരിത്രം ഇങ്ങനെ കേൾക്കല്ലേ, നമുക്ക് അതൊരു കഥയല്ലേ ആയിട്ടല്ലോ തോന്നലുള്ളൂ. ഒറിജിനലാ. കാരണം അത്ര ഒരു അനുഭൂതിയിലായിരിക്കും അവർ. പുറത്തുള്ള എല്ലാ സെൻസേഷനും അവർക്ക് നഷ്ടപ്പെടും ഇതിലേക്ക് വരുമ്പോൾ. അതാ സംഭവിക്കുന്നത്. അതാണ് ഇന്നിപ്പോ സർജറി ചെയ്യണമെങ്കിൽ അതന്നെയല്ലേ ചെയ്യണം. പുറത്താൻ അനുഭവിക്കുന്ന സെൻസേഷനൊക്കെ എന്താക്കാണ്, കട്ട് ചെയ്യാം. അതിനാണ് നമ്മൾ പല പേരുവിട്ട് അനസ്തേഷ്യ അത് ഇത് എന്നൊക്കെ. അപ്പൊ അത് എന്തുകൊണ്ടാ വെച്ചാൽ അത് ഇതുകൊണ്ടാണ്, ഒറിജിനൽ നമസ്കാരമായതുകൊണ്ടാണ്. സൂറത്ത് മാഇദയിലെ 12-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നവരെ എങ്ങനെയാണ്. വഖാല അല്ലാഹു ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ് സ്വലാ. ഭയങ്കര വാക്ക.
അള്ളാഹു പറയാണ്, വഖാല അള്ളാഹു പറയുന്നു, ഇന്നി മഅക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ലഇൻ അഖംതുമുസ്സലാ, നിങ്ങൾ സ്വലാത്തിനെ ഇഖാമത്ത് ചെയ്യുകയാണെങ്കിൽ. സ്വലാത്തിനെ ഇഖാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാ സ്ഥലത്തും പറഞ്ഞത് അഖീമുസ്സലാ എന്നാണ്. 50ഓളം സ്ഥലങ്ങളിൽ ഖുർആനിലുണ്ട് അഖീമുസ്സലാ. സല്ലു നിസ്കാരം ഇതിലില്ല, ഖുർആനിലില്ല സല്ലു. അഖീമുസ്സലാ, അഖീമുസ്സലാ. സല്ലു എന്ന് ഖുർആനിലുണ്ട്, പക്ഷെ അത് എന്തിനല്ല? ഈ സ്വലാത്തിനല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാം അത് വേറെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സ്വല്ലു. അവിടെ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. അല്ലാത്തടത്തൊക്കെ അഖീമുസ്സലാന, അഖീമുസ്സലാ. ഇവിടെയും അള്ളാഹു പറയുന്നത് വഖാല അല്ലാഹു ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ്സലാ, നിങ്ങൾ സലാത്തിനെ ഇഖാമത്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. ഭയങ്കര സംഭവമല്ല. അപ്പൊ എന്തായിരിക്കും ഈ ഇഖാമത്ത് എന്ന് പറഞ്ഞു? അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമസ്കാരം, ഈ സലാത്ത് നിർവഹിക്കലല്ല, അത് അല്ല, മറിച്ച് സ്വലാത്ത് ഇപ്രകാരം നിർവഹിക്കലാണ്, വെറുതെ നിസ്കരിക്കലല്ല എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ഹദീസുൽ മുസീ എന്നവർ, അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ ഹദീസിനെ പറയാ. മുസീ എന്ന് പറഞ്ഞാൽ നമസ്കാരം ചീത്തയാക്കിയവൻ, അവനാണ് മുസീ. ഹദീസുൽ മുസീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ഒരാൾ നിസ്കരിക്കണം. അയാൾ നിസ്കരിച്ചു കഴിഞ്ഞു, പക്ഷെ നബി അയാളെ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്നകലം തുസല്ലി, ഇന്നകലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. അപ്പൊ അയാൾ വീണ്ടും നിസ്കരിച്ചു. അപ്പോഴും റസൂൽ പറഞ്ഞു ഇന്നകലം തുസല്ലി. അപ്പൊ അയാൾ വീണ്ടും നിസ്കരിച്ചു. വീണ്ടും റസൂൽ പറഞ്ഞു ഇന്നകലം തുസല്ലി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണ്ടേ എങ്ങനെയാണ് സ്വലാത്ത്? അത് ഇഖാമത്തു സ്വലാത്ത്, അഖീമു അസ്സലാ. നമ്മൾ സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് ഈ സ്വലാത്ത് നിർവഹിക്കുന്നു എന്നല്ല, മറിച്ച് സ്വലാത്തിനെ ഞാൻ ഇഖാമത്ത് ചെയ്യുന്നു എന്നതാണ്. ഖാമ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു എന്ന്. അപ്പൊ നമസ്കാരം നിർവഹിച്ചു എന്ന് പറയാൻ എന്ത് പറയണ്ട? അഖീമു എന്ന് പറയണ്ട. ഖാമ എന്ന് പറഞ്ഞാലാണ് നിർവഹിച്ചു. അപ്പൊ ഖൂമു അസ്സലാ എന്ന് പറഞ്ഞാൽ എന്തായി? നിസ്കാരം നിർവഹിക്കുക. ഇത് ഖാമയല്ല, ഇത് അഖാമയാണ്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം, ഭയങ്കര വ്യത്യാസം, വലിയ വ്യത്യാസം. പക്ഷെ നമ്മൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ അവിടെയും പറയും നമസ്കാരം നിർവഹിക്കുക എന്ന്. നിർവഹിക്കല്ല. ഇത് സത്യത്തിൽ അള്ളാഹു കബൂലാകുന്ന രൂപത്തിൽ നമ്മൾ നമ്മളെ ഇഖാമത്ത് ചെയ്യുക, ശരിയാക്കുക എന്നാണ് ശരിക്കും അർത്ഥം. അഖാമ എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന ഒരു സാധനം നമ്മളിങ്ങനെ നിവർത്തി വെച്ചാൽ അതിന് അഖാമ പറയും. നിവർത്തി വെച്ചു, ശരിയാക്കലാണ്. എന്താ ശരിയാക്കാൻ പറഞ്ഞു? അസ്സല. സല എന്താ? നിസ്കാരമല്ല. അതാണ് പ്രശ്നം. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റണത്. സ്വല നിസ്കാരമല്ല. സ്വല എന്ന് പറഞ്ഞാൽ ഈ കണക്ഷനാണ്. ആരുമായിട്ടുള്ള ഉറപ്പ് പോയിട്ടില്ല. അപ്പൊ എന്താ ശരിയാക്കണ്ടേ? ഇനി നിങ്ങൾ പറഞ്ഞു നോക്കൂ അർത്ഥം. അഖീമുസ്സലാ എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞു നോക്കൂ. ഇനി നിങ്ങൾ ജീവിതത്തിൽ പറയില്ല എന്ത്? നമസ്കാരം നിർവഹിക്കുക. അല്ല, ഈ കണക്ഷൻ നിങ്ങൾ ശരിയാക്കുക. കണക്ഷൻ ശരിയാകാതെ പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ദിവസം 5 എണ്ണം എന്തിനാ? ഒന്നുപോലെ എല്ലാ മതങ്ങളിലും പ്രാർത്ഥന. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കലാണ്, ചിലർക്ക് മാസത്തിലൊരിക്കൽ, ചിലർക്ക് ആണ്ടിലൊരിക്കലാണ്. നമുക്കൊരു ദിവസം 1 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം. എന്തിനാ? അത് പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടാണ്. പ്രാർത്ഥനയല്ല, അത് സ്വലാത്താണ്. സ്വലാത്ത്. അതെന്താ?
സിലത്തുൻ ബൈനൽ അബ്ദി വറബ്ബിഹി. എന്റെയും എൻ്റെ റബ്ബിന്റെയും ഇടയിലുള്ള കണക്ഷൻ ശരിയാക്കല. അതാണ് അഖീമുസ്സലാ 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 എന്ന് പറയാൻ കാരണം. അങ്ങനെ നമ്മൾ കണക്ഷൻ ശരിയാക്കിയാൽ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വഖാലല്ലാഹു ഇന്നി മഅകും ലഇൻ അഖംതുമുസ്സലാ. നിങ്ങൾ സലാത്തിലൂടെ ഞാനുമായുള്ള കണക്ഷൻ ശരിയാക്കിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ശരി. നമ്മളൊരാളോട് തെറ്റി നടന്നാൽ അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും? അല്ല, അയാളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എപ്പോഴും പുതുക്കി 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 നടക്കുമ്പോഴല്ലേ അയാൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിനോടും അങ്ങനെ. സുബ്ഹാനല്ലാഹ്. അതാണ് സലാത്ത് മുവദ്ദിഅ ആകാനുള്ള രണ്ടാമത്തെ കാര്യം. അപ്പൊ എന്താകണം? ഇഖാമത്തു സലാ ആകണം. സലാ എന്ന് പറഞ്ഞാൽ നമസ്കാരമല്ല, അള്ളാഹുമായുള്ള കണക്ഷനാണ്. ആ കണക്ഷൻ എന്താകുണ്ട്? ഓരോ ദിവസവും ചീത്തയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സലാത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും സലാത്താണ്, വീണ്ടും സലാത്താണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താ കാരണം? നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ കണക്ഷൻ എന്താവും? ചീത്തയാവും. അപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ കണക്ഷൻ ഇങ്ങനെ വേർപെട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്താക്കണം? ശക്തിപ്പെടുത്തണം. അതാണ് എന്ത്? അഖീമുസ്സലാ. ഇനി നിങ്ങളൊന്ന് നിസ്കരിച്ചു നോക്ക്. പിന്നെ വരുന്ന നിസ്കാരം തന്നെ. ഇനി നിങ്ങളൊന്ന് സ്വലാത്ത് നിർവഹിച്ചു നോക്ക്. സലാത്ത് നിർവഹിക്കുമ്പോൾ ഇത് ഇഖാമത്തു സ്വലാത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആഗ്രഹിച്ച് നിസ്കരിച്ചു നോക്കൂ. ഭയങ്കര. മൂന്നാമത്തെ കാര്യം സ്വല്ലു സ്വലാത്ത് മുവദ്ദിഅ. അതാണല്ലോ വിഷയം. അതാകാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ഒന്നിച്ച് നിർവഹിക്കണം ആ കർമ്മം. മനസ്സും ഹൃദയവും ശരീരവും ഒന്നിച്ച് നിർവഹിക്കണം. അങ്ങനെ വല്ല കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കലുണ്ട്? ഒന്ന് ആലോചിച്ചു. അതിന്റെ പ്രത്യേകത, അങ്ങനെ നിർവഹിച്ചാൽ നമ്മൾ അതിന്റെ ആസ്വാദനത്തിലായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും കർമ്മം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. അതിന്റെ ആസ്വാദനത്തിലായിരിക്കുന്നു. മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടാകണം, ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടാകണം, ശരീരം നമ്മുടെ കൂടെ ഉണ്ടാകണം. അങ്ങനെ മനുഷ്യൻ ചില സംഗതികൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പരിസരം മറന്ന് ഞാൻ അതിൽ ലയിച്ചു പോയി എന്നൊക്കെ പറയാറില്ലേ? പരിസരം മറന്നു പോകും, നമ്മൾ അതിൽ ലയിച്ചു പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ചില കുട്ടികളൊക്കെ ചില കാർട്ടൂൺ ഫിലിമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയിപ്പൊന്നും വിളിച്ചാൽ കേൾക്കൂല. അടുത്ത് പോയി വിളിച്ചാലും കേൾക്കൂല. ചവിട്ട് പോയി വിളിക്കും, എന്നാലും കേൾക്കൂല. നീ കേട്ടാൽ തന്നെ ചിലപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാവും, പക്ഷെ ആ മോൻ്റെ അല്ലെങ്കിൽ മോളെ ഉത്തരം കിട്ടൂല. അതിന് കാരണം എന്താ പറയുക? ഇത് മൂന്നും കൂടി ചേർന്നാണ് അവരെ ചെയ്യുന്നത്. നമ്മളും അങ്ങനെയാണ്. ചില പുസ്തകമൊക്കെ നമ്മൾ ഒറ്റ ഇരിപ്പിൽ വായിക്കലല്ലേ, ഇത്ര പേജ്. കാരണം നമ്മളെ ലയിച്ചു പോകുന്നു. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവുമായി ലയിച്ചു പോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നബി പറയുകയാണ്, ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദ്. ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദ് ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത് ഫഇദാ സറഫ വജ്ഹഹു ഇൻസറഫ അൻഹു. എന്താ പറഞ്ഞു? ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി. അല്ലാഹു തൻ്റെ അടിമയുടെ കൂടെയായിരിക്കും. അടിമയിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ചിരിക്കും. മുഖ്ബിലൻ എന്ന് പറയുന്നത് ആര്? അവൻ. ഞാനല്ല, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കണം അല്ല പറയണത്. ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി. സ്വലാത്തിൽ
അള്ളാഹു എന്ത് ചെയ്യും? മുഖം തിരിച്ചിരിക്കും നമ്മളെ നേർക്ക്. ഏതുവരെ അറിയോ? മാലം യൽതഫിത്, നമ്മള് തിരിയാത്ത കാലത്തോളം, തിരിയാത്ത സമയത്തോളം. നമ്മൾ തിരിയാന്ന് പറഞ്ഞാൽ ഈ മൂന്നും തിരിയലാണ്: മനസ്സ്, ഹൃദയം, ശരീരം. നമ്മളിപ്പോ ആകതിയിൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞ് പഠിച്ചത് എന്താ? ശരീരം തിരിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതുവരെ നിസ്കാരം ബാത്തിലാവുമല്ലോ. അങ്ങോട്ട് നോക്കിയാൽ നിസ്കാരം പോയി, ബാത്തിലായി എന്ന് പറയും. നമ്മൾ അതേ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ, പോരാ. എല്ലാ തരം തിരിയലും ഇതിൽപ്പെടും. മാലം യൽതഫിത് ഫഇദാ സറഫ വജ്ഹഹു, എന്നിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മനുഷ്യനെങ്ങാനും അവന്റെ ശ്രദ്ധയെ അവൻ തിരിച്ചാൽ ഇൻസറഫ അൻഹു, അല്ലാഹു അവന്റെ ശ്രദ്ധയെ, നമ്മുടെ തിരിയൽ അതാണ് ശരിക്ക് ഖിബിലയിലേക്ക് തിരിയുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതാണ്. ഖിബിലയിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് തിരിഞ്ഞാലോ അള്ളാഹു തിരിയും. നമ്മളെ മുഖം തിരിഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖം തിരിയും. നമ്മുടെ മനസ്സ് തിരിഞ്ഞാൽ അള്ളാഹുവിന്റെ മനസ്സ് തിരിയും. നമ്മുടെ ഹൃദയം തിരിഞ്ഞാൽ അള്ളാഹു ഹൃദയത്തിലേക്ക് നോക്കുന്നത് തിരിയും, ഒക്കെ തിരിയും. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രമിച്ചു നോക്കാം. പറ്റാത്തൊരു സംഗതിയൊന്നും അല്ല ഇത്. പറ്റും. അതെങ്ങനെ മൂന്നും കൂടി കൂട്ടി ഘടിപ്പിക്കുക? നോക്കൂ, നമ്മളെപ്പോ ആലോചിക്കേണ്ട എന്താ വെച്ചാൽ, എന്തായാലും നമ്മൾ ഫിസിക്കലി അവിടെ ഉണ്ടല്ലോ, അല്ലെ? നമ്മുടെ ശരീരം അവിടെ ഉണ്ടല്ലോ. നമ്മൾ അതിന് സമയവും ചെലവാക്കുന്നുണ്ടല്ലോ, അല്ലെ? 5-10 മിനിറ്റ് ഒരു നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നുണ്ട്. 5 മിനിറ്റ് എന്ന് കരുതിക്കോ, 5 മിനിറ്റ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നുണ്ട്. നമ്മൾ ഒതുകൊടുത്ത് ഒരുങ്ങി അവിടെ നിൽക്കണ്. നമ്മളെ സമയമുണ്ട്, നമ്മുടെ ശരീരമുണ്ട്. ഇനി 2 വേണ്ടതുള്ളൂ. അത് നമ്മൾ തീരുമാനിച്ചാൽ മതി. എന്തുകൊണ്ട് 5 മിനിറ്റ് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് പിടിച്ചു വെച്ചുകൂടാ? 5 മിനിറ്റല്ലേ പറഞ്ഞോളൂ. 5 മിനിറ്റ്. ആ 5 മിനിറ്റ് കൊണ്ട് എന്താണ്ടാണ്? അള്ളാഹുവിന്റെ ശ്രദ്ധ മുഴുവൻ നമ്മളിലേക്ക് വരും. നമ്മൾ പിടിച്ചു വെച്ചാൽ അള്ളാഹു വേണ്ടി പിടിച്ചു വെക്കുക. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നിന്നുകൂടാ? ഒരു 5 മിനിറ്റ് അല്ലേ? അത്രയല്ലേ ഒരു സ്വലാത്തിൽ ആവശ്യമുള്ളൂ. അതിലധികം വേണ്ടല്ലോ. നിങ്ങൾ സുന്നത്തൊക്കെ നിർത്തിക്കളി, സുന്നത്തൊക്കെ നിർത്തിക്കോ. എന്നിട്ട് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. കാരണം ഇത് ഭയങ്കര ആസ്വാദനമായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ സ്വമേധയാ നമ്മൾ അതിലേക്ക് എത്തും. ഈ ഫർള് നമുക്ക് ശരിയായി കിട്ടിയാൽ, അതിനെ നമുക്ക് ആസ്വദിക്കാനായാൽ പിന്നെ നമ്മൾ സുന്നത്തിലേക്ക് എത്തും. ഒരു 5 മിനിറ്റ് നമ്മൾ തീരുമാനിച്ചാൽ. എന്തായിരുന്നാലും നമ്മളെ സമയം, നമ്മുടെ ശരീരം, ഇതൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ കയറൂരി വിടാതിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാല്, ഇമാം ഗസാലി റഹിമഹുള്ള ഒരു ഉദാഹരണം പറയും. അതെങ്ങനെ വെച്ചാല്, നമ്മളിപ്പോ സത്യത്തില് നമ്മുടെ മനസ്സ് എവിടെയുള്ളതെന്ന് വെച്ചാല്, ഒരു പുഴയില്, ഭയങ്കര ഒഴുക്കുള്ള ഒരു പുഴ, ആ പുഴയിൽ നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുക. ഭയങ്കര ഒഴുക്കുണ്ട്. എന്താ സംഭവിക്കുക? ഒഴുകിയാണ് പോകും. ഇപ്പൊ അതാ സംഭവിക്കുന്നത്. ഈ മനസ്സിന്റെ ശക്തമായ ഒഴുക്കിൽ നമ്മൾ ഇറങ്ങി നിൽക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ ഒഴുകുക. നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ആ പുഴയുടെ കരക്ക് കയറി നിൽക്കണം. എന്നിട്ട് പുഴയിലേക്ക് ഇങ്ങനെ നോക്കണം. കുറച്ച് ദിവസം നോക്കിയാൽ മതിയാവും, പിന്നെ നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പുഴ ഏതാ? മനസ്സിലാണല്ലേ? പുഴ ഏതാ? നമ്മുടെ ഈ മനസ്സാണ് ഒഴുകുന്ന പുഴ. നമ്മൾ കുറച്ച് ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്,
കയറി നിന്നിട്ട് ആ പുഴയിലേക്ക് ഇങ്ങനെ നോക്കുക, മനസ്സിനങ്ങനെ നോക്കുക. ഏത് കാഴ്ചയും കുറച്ച് കാണാനേ താല്പര്യം ഉണ്ടാവും, പിന്നെ നമുക്ക് കാണേണ്ടി വരില്ല. കുറച്ച് നമ്മൾ നോക്കേണ്ടി വരുള്ളൂ, പിന്നെ നോക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ സെൽഫ് കൺട്രോൾ ആവും. അതാണ് ശരിക്കും സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറയുന്നത്. അതേ പദമാണല്ലോ നിസ്കാരത്തിനും പ്രയോഗിച്ചത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞ മനസ്സാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആർക്കാണോ മനസ്സിനെ ഇவ்விதം സംസ്കരിക്കാനായത് അവനാണ് ഖദ് അഫ്ലഹ, വിജയിച്ചവൻ. ഏവിധം? ഈ പറഞ്ഞതുപോലെ പുഴന്റെ ഉദാഹരണങ്ങളുടെ ഉള്ളിൽ വേണം. നമ്മൾ പുഴന്റെ കരക്കത്ത് കയറിയിട്ട് എന്താക്കണം? നോക്കി നിൽക്കണം. നമ്മൾ ഒഴുകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഒഴുകാണ്. പുഴ അമേരിക്കയ്ക്ക് ഒഴുകുകയാണെങ്കിൽ നമ്മൾ ഒഴുകാണ്, അല്ലേ? പുഴ ദുബായ് മോളിലാണെങ്കിൽ നമ്മളും ദുബായ് മോളിലും. പുഴ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണുകയാണെങ്കിൽ നമ്മളും കാണുന്നു. വല്ലാത്തൊരു സങ്കടമല്ലേ? മനസ്സ് നമ്മളതല്ലേ, നമ്മൾ മനസ്സിന്റെ അല്ലല്ലോ. നമ്മൾ കൺട്രോൾ ചെയ്യണ്ടേ മനസ്സിനെ? കാരണം മനസ്സ് നമ്മുടേതല്ലേ, അല്ലേ? ഇമാം ഹുസൈൻ റഹിമത്തുള്ളാഹി വേറെ ഉദാഹരണം പറയുന്നുണ്ട്, ഭയങ്കര രസം. സത്യത്തില് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡ്രൈവറാണ്, വാഹനമാകരുത്. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നിടത്തേക്ക് ആര് വരണം? നമ്മുടെ വാഹനം വരണം. നമ്മുടെ വാഹനമാണ് ആര്? മനസ്സ്. മൂപ്പര് വരേണ്ടത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നിടത്തേക്കാ, അല്ലാതെ മൂപ്പര് ഡ്രൈവ് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ പോകാൻ പറ്റുമോ? എന്തൊരു വിഡിത്ത! നമ്മളവിടെയുള്ളത്, നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മളൊരു വണ്ടി വാങ്ങി നിൽക്കാം. എന്തിനാ വണ്ടി വാങ്ങി? എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കൃത്യസമയത്ത് എത്താൻ വേണ്ടിയാണ് വണ്ടി വാങ്ങി. അപ്പൊ ഞാൻ ആ വണ്ടിയിൽ ഇങ്ങോട്ട് കയറി ഇരുന്നാല്, ഇപ്പൊ അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, വണ്ടി തീരുമാനിക്കുകയാണ് എന്ത്, ഞാൻ എന്ന സ്ഥലത്തേക്കാ പോവുക. എനിക്ക് ആവശ്യമുള്ളതൊക്കെയല്ല ആര് പോണ്? വണ്ടി പോണ്. ആ വണ്ടി ഞങ്ങൾ ഒഴിവാക്കൂല്ലേ? ഒഴിവാക്കും. അതാണല്ലോ ബുദ്ധി. അതേപോലെ ഈ മനസ്സിനെ നമ്മൾ എന്താക്കണം? ഒഴിവാക്കണം. അങ്ങനത്തെ മനസ്സ് നമുക്ക് എന്തിനാ? നമ്മൾ ശരിയാവും. നമ്മളൊന്ന് ശ്രമിച്ചാൽ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. അതാണ്, ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായി മതി. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? നമസ്കാരത്തിലെ ഏതുവരെ അള്ളാഹു നമ്മിലേക്ക് തിരിയും, നമ്മളെ ശ്രദ്ധിക്കും. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും അള്ളാഹുവിലേക്ക് തിരിയും. ക്ലിയർ അല്ലേ? അപ്പൊ സലാത്ത് മുവദ്ദിഅ ആകാൻ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ദുആ ചെയ്യും. ഇപ്പൊ നമ്മൾ ദുആ ചെയ്യലുണ്ട്. എന്തിനാ വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവെ നിസ്കാരം സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞു, വേറൊരു ദുആ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഈ ദുആ നമ്മളെല്ലാവരും ചെയ്യണം. ഇത് ഭയങ്കര എല്ലാവർക്കും അറിയണ്ടാവും, പ്രത്യേകിച്ച് പറയേണ്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ, ഖുശൂ ഇല്ലാത്ത ഖൽബിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. കാരണം എന്താ? ഖുശൂ ഇല്ലെങ്കിൽ സ്വലാത്താവൂല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചു പോയിക്കോ. ഇനി ഇത് വേറെ പഠിക്കാനൊന്നും നിൽക്കണ്ട. ഇതിങ്ങനെ മൊബൈൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ എടുത്തു വെക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. രണ്ടാമത്തെ കാര്യം, വമിൻ ദുആഇൻ ലാ യുസ്മഅ. വമിൻ ദുആഇൻ ലാ യുസ്മഅ. കേൾക്കപ്പെടാത്ത പ്രാർത്ഥന. കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കുറെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആര് കേൾക്കണില്ല? അല്ല കേൾക്കണില്ല, അല്ലേ? നമുക്കൊക്കെ ഉള്ള കംപ്ലൈന്റാ. നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ പ്രശ്നം.
ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ കേൾക്കണില്ല. നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു. പിന്നെയോ വനഫ്സിൻ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ഒരിക്കലും തൃപ്തിപ്പെടാത്ത മനസ്സ്. ഷബിയ എന്ന് പറഞ്ഞാൽ വയറ് നിറയാന്നാണ്. ഈ മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എത്രയായാലും തൃപ്തിയാവില്ല. എന്നാലും എന്ന് പറയാം, അവസാനം എന്നാലും തൃപ്തിയാവില്ല. മക്കൾ ചെയ്യുന്നത് നമുക്ക് തൃപ്തിയാവില്ല, നമ്മൾ ചെയ്യുന്നത് മക്കൾക്ക് തൃപ്തിയാവില്ല, ഭാര്യ ചെയ്യുന്നത് ഭർത്താവിന് തൃപ്തിയാവില്ല, ഭർത്താവ് ചെയ്യുന്നത് ഭാര്യക്ക് തൃപ്തിയാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും മനസ്സുമേലുള്ളത്, അവനിലേക്ക് ആരും എത്തിയിട്ടില്ല. നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ വേറെയാണ്, നമ്മുടെ മനസ്സ് വേറെയാണ്. രണ്ടും ഒന്നല്ല, അത് വേറെയാ. മൂപ്പര് നമ്മളെ കേടെടുത്താൻ വന്നതാ, നന്നാക്കാൻ വന്നതല്ല മനസ്സ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുത്ബയിലും നബിയുടെ ദുആങ്ങൾ കണ്ടിട്ടില്ലേ? വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന. കാരണം അതിന്റെ അകത്തുള്ളത് നിറച്ചെന്താണ്? സൂറത്ത് യൂസുഫിൽ പറഞ്ഞില്ലേ, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. എന്റെ മനസ്സെന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. എന്തിലേക്ക്? സൂയിലേക്ക്, തിന്മയിലേക്ക്, തെറ്റിലേക്ക്. മുമ്പേക്ക് തൃപ്തിയാവില്ല. മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്, ഒരാളും ശ്രമിക്കരുത്. സാധിക്കൂല. ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് നബി ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഒരിക്കലും തൃപ്തിപ്പെടാത്ത മനസ്സിൽ നിന്ന്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? മിൻ ഖൽബിൻ ലാ യഖ്ശ. അപ്പൊ ഖൽബ് ശരിയാകണം എന്ന് മനസ്സിലായോ? മിൻ ഖൽബിൻ ലാ യഖ്ശ. അപ്പൊ ഒന്നാമത് ശരിയാകേണ്ടത് ഖൽബാണ്. നമ്മൾ ആ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അതാണ്. രണ്ടാമത്തേത് ദുആ ആണ്, വമിൻ ദുആഇൻ ലാ യുസ്മഅ. മൂന്നാമത്തേത് നഫ്സാണ്, വമിൻ നഫ്സിൻ ലാ തശ്ബഅ. അവസാനത്തേത് വമിൻ ഇൽമിൻ ലാ യൻഫഅ. വമിൻ ഇൽമിൻ ലാ യൻഫഅ. ഇൽമ എല്ലാവർക്കും അറിയാം. ലാ യൻഫഅ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടാത്ത, ഉപകാരമില്ലാത്ത, പ്രയോജനപ്പെടാത്ത ഇൽമ. നമുക്കൊക്കെ ഒരുപാട് ഇൽമുണ്ട്, പക്ഷെ വല്ല പ്രയോജനമുണ്ട്? ഇത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം മതി. ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം. KSRTC ബസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർ അടുത്ത സീറ്റിലായിരുന്നു. വെറുതെ ഇങ്ങനെ പരിചയപ്പെട്ടു, നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ എന്നോട് ചോദിച്ചു, പിന്നെ എന്തൊക്കെ സുഖം തന്നെയല്ലേ, എത്ര കാലമായി സർവീസ്? 12 കൊല്ലമായി. 12 കൊല്ലമായി സർവീസ്. നിങ്ങളെന്താ പഠിച്ചു ചോദിച്ചു. അപ്പൊ അയാള് സൈക്കോളജിയിൽ PhD-യിലാണ്. ആ സത്യത്തിൽ ഞാൻ ഷോക്കായി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തേ വേറെ ജോലി കിട്ടണ്ടേ? പഠിച്ച വിജ്ഞാനം ഉപകാരപ്പെടുന്നില്ല. ഇത് ഞാൻ അയാളെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളൊക്കെ അവിടെയുള്ളത്. നമ്മളെന്തൊക്കെ പഠിച്ചു, എത്ര പ്രാർത്ഥന പഠിച്ചു, നമുക്ക് വല്ല ഉപകാരമുണ്ട്? ആലോചിച്ചു. എത്ര ദിക്ർ, എത്ര ദുആ, എത്ര ക്ലാസ്, എത്ര ഖുർആൻ, നമുക്ക് ഉപകാരം വേണ്ടില്ല. അത് ഭയങ്കര ആപത്താ. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഊദു ബിക മിൻ ഹൗലാഇൽ അർബഅ. വഅഊദു ബിക മിൻ ഹൗലാഇൽ അർബഅ. ഈ 4 കാര്യങ്ങളിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു. 4 ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി പറയാം. എന്ന് വെച്ചാൽ അത് അത്ര ശക്തമാണ് എന്നർത്ഥം. മനസ്സിലായി? അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന കാര്യം എന്താ പറയുന്നത്? സമ്പത്തല്ല, ആരോഗ്യമല്ല, പിന്നെ അൽ ഖുശൂ'. നമ്മളതിന് സാക്ഷികളല്ല. എന്നിട്ട് നബി പറയുന്നുണ്ട്, ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅൻ.
ഒരു ഖാശിഅനെ, ഒരു ഖുശൂഉള്ളവനെ കാണാൻ പറ്റാത്ത ഒരു കാലം വരും. ഒരാളെ കാണാൻ പറ്റാത്തത് ആ അവസ്ഥ വരും. അപ്പൊ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ശരിക്ക് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനിക്കും അൽ ഖുശൂ'. നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുക ഖുശൂ' ആയിരിക്കും. വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനിക്കും അസ്സലാ. ദീനിൽ നിന്ന് അവസാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുക സ്വലാത്തായിരിക്കും. ആദ്യം ഖുശൂ' പോകും, ഖുശൂ' പോയാൽ തന്നെ പോയി, പിന്നെ സ്വലാത്തും പോകും. എന്നിട്ട് അദ്ദേഹം പറയാം, വറുബ്ബ മുസല്ലിൻ. നമുക്ക് പേടിയാണ് ഇത് പറയാൻ. ഞാനിത് വായിച്ചപ്പം ഞാനാണെന്ന് വിചാരിച്ചു. വറുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീഹി. വറുബ്ബ മുസല്ലിൻ, എത്രയെത്ര സ്വലാത്ത് നിർവഹിക്കുന്നവരാണ്, ലാ ഖൈറ ഫീഹി, അവരിൽ ഒരു ഖൈറുമില്ല. നമ്മൾ തന്നെ പറയുന്നേ, നമുക്ക് ഖൈറില്ല, ഒരു ഖൈറും സ്വലാത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. വറുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീഹി. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഒരു കാലം വരും, വയൂഷികു അൻ തദ്ഖുല മസ്ജിദൽ ജമാഅ ഫലാ തറാ ഫീഹിം ഖാശിഅ. ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ നീ പ്രവേശിക്കും, ഒരാളെ പോലും നിനക്ക് ഖുശൂ' ഉള്ളതായിട്ട് കാണാൻ കഴിയില്ല. അതിൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, സ്വലാത്ത മുവദ്ദിഅ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ വസിയ്യത്ത്. രണ്ടാമത്തെ വസിയ്യത്ത് എന്താ? രണ്ടാമത്തെ വസിയ്യത്ത്, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻ. വലാ തകല്ലം ബികലാം, ഒരു സംസാരം നിനക്ക് സംസാരിക്കേണ്ടി വരരുത്. എങ്ങനത്തെ സംസാരം? തഅ്തദിറു മിൻഹു, ഒരു എക്സ്ക്യൂസ് പറയേണ്ടി വരുന്ന ഒരു സംസാരം. സംസാരിച്ചിട്ട് നാളെ ക്ഷമ ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനത്തെ സംസാരം, അങ്ങനത്തെ വാക്ക് പറയാതിരിക്കണം. പറ്റോ? സോറി നമുക്ക് പറയേണ്ടി വരും. അതാണ് നബിയുടെ ഉപദേശം, നബിയുടെ വസിയ്യത്ത്. ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ പറയും. എന്ന് വെച്ചാൽ എന്തായിരിക്കണം? നല്ലത് പറയണം, നല്ല വാക്ക് പറയണം. അതാണ് ഭയങ്കരമല്ലേ? അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. എല്ലാ വെള്ളിയാഴ്ചയും ഈ ആയത്ത് ഇങ്ങനെ കേൾക്കലുണ്ട്. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം, ഉറച്ച വാക്ക്. സോറി എന്ന് പറയേണ്ടി വരുന്ന വാക്കല്ല പറയേണ്ടത്. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി എന്നർത്ഥം, ചിന്തിച്ച് പറഞ്ഞു. മനസ്സിലെ ഒപ്പിടുന്നിടത്തൊക്കെ നമ്മൾ ആലോചിച്ചാലേ ഒപ്പിടലുള്ളൂ, അല്ലേ? ഈ കടലാസിൽ ഒപ്പിടാൻ പറ്റുമോ, ഈ ചെക്കിൽ ഒപ്പിടാൻ പറ്റുമോ, കുറേ ആലോചിച്ചിട്ടേ ഒപ്പിടുള്ളൂ. അതേപോലെ സംസാരിക്കുമ്പോഴും ഒന്ന് ആലോചിക്കാം. എന്നാൽ എന്ത് കിട്ടും? അല്ലാഹു പറയാം, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ വാക്ക് നന്നായാൽ നിങ്ങളുടെ അമല് നന്നാവും. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ വാക്ക് നന്നായാൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഭയങ്കര സമ്മാനമല്ലേ പറഞ്ഞു. ഇത്തരം വിഷയങ്ങളിൽ ആർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവനാണ് മഹത്തായ വിജയം. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും മുഖ്യം സംസാരമാണ്. സ്വഭാവത്തിൽ ഏറ്റവും മുഖ്യം സംസാരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നു, നമ്മുടെ അടുത്തില്ല എന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നല്ല വാക്ക് പറയണം. അത് സദഖയാണ്.
അത് സദഖയാണ്. ഒന്നും ചെയ്യണ്ട, നല്ലൊരു വാക്ക് പറഞ്ഞത്. നോക്കൂ, നമ്മുടെ സംസാരത്തിലൂടെയാണ് ആളുകൾ നമ്മളെ മനസ്സിലാക്കണത്. ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഒരു കാര്യം നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ എടുത്തു ചാടി സംസാരിക്കരുത്. എടുത്തു ചാടി സംസാരിച്ചിട്ടാണ് ഈ ബന്ധങ്ങളൊക്കെ വഷളായി പോകുന്നത്. കുടുംബ ബന്ധങ്ങളൊക്കെ അധികവും അങ്ങനെയാണ്. നമ്മളാണ് ഒരു ഡിസിഷൻ, ഒരു മീറ്റിങ്ങിൽ കൂടി നിൽക്കുക, ഒരു മീറ്റിങ്ങിൽ നമ്മൾ കൂടി, നമ്മളാണ് തീരുമാനം പറയുന്നതെങ്കിൽ നല്ലോണം ആലോചിച്ചേ പറയാം. വെറുതെ വെച്ചുണ്ടാക്കരുത്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഒരു മീറ്റിങ്ങിൽ വന്നാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ പിത്തലുണ്ടാക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൊളത്താൻ വേണ്ടി പറയരുത്, ഒരിക്കലും പറയാൻ പാടില്ല. നോക്കൂ, നമ്മുടെ സംസാരം കാരണമായി ആളുകൾ നമ്മളിൽ നിന്ന് അകലാൻ പാടില്ല. നമ്മുടെ സംസാരം കാരണമായി ബന്ധങ്ങൾ പിരിയാൻ പാടില്ല. നമ്മുടെ സംസാരം കാരണമായി തലാഖുകൾ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ സംസാരം കാരണമായി സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് സംസാരം മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. മനസ്സിലായി? ഇപ്പത്തെ സംസാരം നാവുകൊണ്ടല്ലോ, വിരലുകൊണ്ടല്ലേ. അധിക സംസാരവും വിരലുകൊണ്ടാ. അത് ടൈപ്പ് ചെയ്താലും ശരി, ഫോർവേഡ് ചെയ്താലും ശരി. നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. ലൈക്കും കമന്റും ഒക്കെ സെക്കൻഡ് കൊണ്ടാണ് എത്രയോ ആളുകളിലേക്ക് എത്തുന്നത്. എന്തിനെയാണ് ഞാൻ ലൈക്ക് ചെയ്ത്? പിന്നെ ഡിസ്ലൈക്ക് ചെയ്യേണ്ട ഒന്നിനെ ഞാൻ ലൈക്ക് ചെയ്യാൻ പാടില്ല. എന്തിനെ കുറിച്ചാണ് ഞാൻ കമന്റ് പറഞ്ഞത്? ഞാൻ പോസിറ്റീവ് കമന്റ് പറഞ്ഞ ഒന്നിനെ കുറിച്ച് പിന്നെ എനിക്ക് നെഗറ്റീവ് പറയേണ്ടി വരരുത്. നോ, നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, ഇന്നൽ അബ്ദ ലയതകല്ലമു, നിങ്ങൾ എപ്പോഴും കേട്ടൊരു ഹദീസായിരിക്കും, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ് ലാ യുൽഖി ലഹാ ബാലൻ. ഒരു മനുഷ്യൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു വാക്ക് പറയുന്നു. ആ വാക്ക് പറയുമ്പം അതിന് വലിയ വിലയൊന്നും ഉണ്ടായില്ല അയാളുടെ അടുത്ത് പറയുമ്പോൾ. ഒരു വാക്ക്, ചെറിയ വാക്കാണ്, അയാളടുത്ത് വലിയ വിലയൊന്നും ഉണ്ടല്ല. പക്ഷെ ആ ഒരു വാക്ക് കൊണ്ട് പറയുന്നവന് പോലും വലിയ ഒരു മൂല്യമില്ല എന്ന് തോന്നിയ ആ ഒരു വാക്ക് കൊണ്ട് അള്ളാഹു അവനെ ഉയർത്തുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഒരടിമ അള്ളാഹുവിന് കോപമുള്ള ഒരു വാക്ക് പറയുന്നു, അത് ചെറിയൊരു വാക്കല്ലേ എന്നാ നമ്മൾ വിചാരിക്കുക. അതാണ് ലായുൽഖീല ബാലൻ, ഒരു പരിഗണനയുമില്ലാത്ത ചെറിയൊരു വാക്കല്ലേ. പക്ഷേ യഹ്വി ബിഹാ ഫി ജഹന്നം, ചിലപ്പോൾ ആ വാക്ക് കൊണ്ട് നരകത്തിലേക്ക് നാം വീഴേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സാറിന്. ഒരു കാരണവശാലും രണ്ട് മുഖക്കാരായി നമ്മൾ സംസാരിക്കണം. ഇവിടെ ഒന്ന് പറയും, അവിടെ മറ്റൊന്ന് പറയും. പരസ്പരം കുറ്റം പറയും. ഇവിടെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ട് ഉണ്ടാക്കുക, തമ്മിൽ തല്ലിക്കുക. അവിടെ നല്ല വ്യക്തിയായി ഇങ്ങനെ നിൽക്കും. ഇത് വരാൻ പാടില്ല, നമുക്ക് സംഭവിക്കരുത്. സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട അവിടെയാണ് ഇത് പറയുന്നത്, സംഭവിക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം തോന്നും. നമ്മൾ സോറിയൊക്കെ പറയും, പിന്നെ വന്ന് കണ്ട് ആ സോറിക്ക് നിൽക്കരുത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന മിൻ ശർരിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ മോശക്കാരൻ ആരാണ്? പറയുമ്പോ നമ്മുടെ ഉള്ളിൽ കുറെ ആൾക്കാരെ വന്നില്ലേ, പൈസ ഇല്ലാത്തവൻ, തറവാടില്ലാത്തവൻ, സൗന്ദര്യം ഇല്ലാത്തവൻ, പേഴ്സണാലിറ്റി ഇല്ലാത്തവൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. നോ, ദൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവൻ, അവനാണ് മോശക്കാരൻ. ആരാണ് രണ്ട് മുഖമുള്ളവൻ? എല്ലാവർക്കും ഒരു മുഖമല്ലേ ഉള്ളൂ. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹ്, അയാൾ ഇവിടെ വരിക ഒരു മുഖത്തോടു കൂടിയാ. വഹഉലാഇ ബിവജ്ഹ്, അപ്പുറത്ത് ചില വേറൊരു മുഖത്തോടു കൂടി. ഇതാണ് ദ്വിമുഖം എന്ന് പറഞ്ഞത്. രണ്ട് മുഖം. നിങ്ങളുടെ അടുത്തൊരു മുഖത്തോടു കൂടി വരും, അപ്പുറത്ത് വേറൊരു മുഖത്തോടു കൂടി വരും. സംഭവിക്കരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാർ. നമ്മൾ ചിലപ്പോൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടാവും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ചില മനുഷ്യന്മാർ പർവ്വതം
കണക്കെ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുത്ത് വരും. പക്ഷേ അവന്റെ നാവ് ആ അമലുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു വാക്ക് മതിയോ? ഭയങ്കര സാധന ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞു. ഒരു തുള്ളി മതിയല്ലോ വിഷം. അതാണ്. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും നോക്കൂ, നമ്മൾ ആരായിരിക്കണം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നബിയോട് ചോദിച്ചു ഒരാൾ വന്നിട്ട് അയ്യുൽ മുസ്ലിമീന അഫ്ദൽ എന്ന് ചോദിച്ചു. ആരാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാ? നബി പറഞ്ഞ് രാത്രി നിസ്കരിക്കണമെന്നല്ല, അല്ല എല്ലാ തിങ്കളും വ്യാഴം നോമ്പ് വെക്കണമെന്നല്ല പറഞ്ഞു, ഭയങ്കരമായി സദഖ ചെയ്യണമെന്നല്ല പറഞ്ഞത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാളുടെ നാവിൽ നിന്നും അയാളുടെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ അവനാണ് ശ്രേഷ്ഠൻ. കയ്യും നാവും. എനിക്കറിയില്ല റസൂലുള്ള കയ്യ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിരിക്കും ഉദ്ദേശിച്ചത് അന്ന്. ഇപ്പൊ ഈ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെടുന്നില്ലല്ലോ. അന്ന് ചിലപ്പം കുത്തലും അടിക്കലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അതിനേക്കാൾ കടുപ്പുള്ളതാണല്ലോ ഈ കൈ കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയ ശരിക്കും ശ്രദ്ധിക്കണം. ഭയങ്കര സംഗതിയാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഉപദേശം. ഒരിക്കലും നമുക്ക് സോറി പറയേണ്ടി വരരുത്. അപ്പൊ സോറി പറയാന്നുള്ളതൊക്കെ ഭയങ്കര ഒരു കൾച്ചറായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ അവനോട് സോറി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. എടോ, നമ്മൾ സോറി പറയാതിരിക്കാവുന്ന ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ എത്തിയത്. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യം. ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. അങ്ങനെ ആഗ്രഹിക്കൽ എവിടുന്നാണോ? ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള കാര്യമാണ്. നിങ്ങളെ കയ്യിൽ കണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കരുത്. അയാൾ എനിക്ക് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കണ്ട. എന്താ ചോദിക്കണ്ടേ? റബ്ബന ആതിന. മറ്റേ വേണ്ട. ജനങ്ങളുടെ അടുത്തുള്ളത് അത് ഭയങ്കര ഒരു ഉപദേശമാണ്. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് നിരാശയാണ്. അതെനിക്ക് കിട്ടൂല, കിട്ടണ്ട. പക്ഷെ അള്ളാന്റെ അടുത്തുള്ളതാ കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ട ഒരു ഹദീസിൽ ചില ആൾക്കാരുടെ സ്വഭാവം കണ്ടില്ല, എങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമല്ലോ. ചിലപ്പോൾ അയാളുടെ പ്രാരാബ്ദം കൊണ്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ എത്തേണ്ട സംസ്കാരം അതല്ലെന്നേ. ചോദിക്കേണ്ടത് റബ്ബിനോടാ. റബ്ബിനെ തീർക്കാൻ കഴിയൂ? ഈ മനുഷ്യന് നമ്മുടെ ഒരു പ്രാരാബ്ദവും ഒരു പ്രയാസവും തീർക്കാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തസാലുൽ മസ്അലതു ബി അഹദികും ഹത്താ യൽഖല്ലാഹ് വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്. മുസ്അതു ലഹ് എന്ന് പറഞ്ഞാൽ മുഖത്തൊക്കെ കാണുന്ന ഈ കവളിലുള്ള നല്ല മാംസല്ലേ, അതാണ്. എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഒരാൾ മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ചോദിക്കന്നെ. അങ്ങനെ ഹത്താ യൽഖല്ലാഹ്, അള്ളാനെ കണ്ടുമുട്ടുന്നവരെ ഇയാൾ ചോദിക്കും. പക്ഷെ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയെങ്കിൽ ഫലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹം, അയാളുടെ മുഖത്ത് തീരെ മാംസം ഉണ്ടാവില്ല. കാരണം അതൊക്കെ പോയി ചോദിച്ചിട്ട്. ഭയങ്കരമാണ്. അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമാണല്ലോ ഇത് ചോദിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയായിരുന്നു ചോദിക്കുക എന്നുള്ളത്. പക്ഷെ ചോദിച്ചവനെ മടക്കരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചവനെ മടക്കാൻ പാടില്ല. ഖുർആനും പറഞ്ഞല്ലോ, അമ്മ സഇല ഫലാ തൻഹർ, ഓടാന്ന് പറയരുത്, അവന് കൊടുത്തോളണം. ചോദിച്ചു വന്നില്ലേ നമ്മളെടുത്ത്, അത് നമ്മളെ ബാധ്യതയാണ്. പക്ഷെ ചോദിക്കൽ
നമ്മൾ അങ്ങോട്ട് എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലി ചെയ്ത് ജീവിക്കാനാണ് ഇത്തരം മനുഷ്യരെ പ്രോത്സാഹിപ്പിച്ചത്. ചോദിച്ചു വരും നബിൻ്റെ അടുത്ത്, ചോദിച്ചു വരും. അപ്പൊ നബി അവരോട് സാധാരണയായി പറയാറുള്ള ഒരു വാക്കുണ്ട്. അതെന്താ വെച്ചാൽ ലഅൻ യഖുദ അഹദുക്കും ഹബ്ലഹു, എടോ ഒരു കഷ്ണം കയറെടുക്ക്, തൂങ്ങിച്ചങ്ങനല്ല, ഫയഅതി ബിഹുസ്മത്തിൽ ഹതബി അലാ ളഹ്രിഹി, എന്നിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് വിറക് വെട്ടിയിട്ട് കെട്ടിക്കൊണ്ടുവാ, ഫയബിഅഹ, എന്നിട്ടത് വെക്ക്. വളരെ മാന്യമായ തൊഴിലാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ച തൊഴിലാണ്. ഫയകുഫല്ലാഹു ബിഹാ വജ്ഹഹു, അപ്പോ അങ്ങനെ നീ ജീവിച്ചാൽ അള്ളാഹു നിന്റെ മുഖത്തെ നിന്നെ തടുത്തു നിർത്തും. നിന്നെ പിന്നെ ആരും എന്താക്കൂല, ഒന്നും ചെയ്യില്ല. അത് ചെയ്തോ എന്ന് മാത്രമല്ല, അങ്ങനെ നീ ചെയ്താൽ അതാണ് ഖൈറുൻ ലഹു മിൻ അൻ യസ്അലൻ നാസ്, നീ ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അതാണ്. അഅതൗഹു, അവര് തന്നാലും, ഔ മനഉഹു, അവര് തന്നിട്ടില്ലെങ്കിലും. അതാണ്, അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദ ഇതാണ്. അവിടെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട അതാണ്. ചോദിച്ചു വരുന്നവനൊക്കെ പ്രാപ്തിയുള്ളവനാണെങ്കിൽ, ആരോഗ്യമുള്ളവനാണെങ്കിൽ, കഴിവുള്ളവനാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു തൊഴിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുക. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ. ഞാൻ കഴിയണവരോടാട്ടോ പറയണത്, അല്ലാത്തവരോടല്ല. കഴിയാത്ത ഒരുപാട് ദുർബലന്മാരായ ആൾക്കാരുണ്ടാവും, അവർക്ക് നമ്മൾ കൊടുക്കണം. അവർ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തരുത്. അതിന്റെ മുമ്പ് തന്നെ നമ്മൾ കൊടുക്കണം. ഒരുപാട് ഹദീസുകളല്ലേ, ഒരുപാട് ഹദീസുകൾ. പ്രത്യേകിച്ച് ഇത് മുസ്ലിം അല്ല എന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. ആര്? വയറ് നിറച്ചുണ്ണുന്നവൻ, അവന്റെ അയൽവാസി വിശന്നിരിക്കുക. എന്തിനാ അങ്ങനെ പറഞ്ഞു? കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ അറിയണം, നമ്മൾ അറിഞ്ഞു കൊടുക്കണം. ചോദിച്ചു വരാൻ നിൽക്കരുത്, ആരും ചോദിച്ചു വരാൻ നിൽക്കരുത്. നമ്മളുടെ കുറവാണ് ചോദിച്ചു വരുന്നു. ഒരാൾ ചോദിക്കാതെ അയാളുടെ ആവശ്യത്തെ അറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ മനുഷ്യനാണ്. ചോദിച്ചാൽ പിന്നെ എന്താ കഥയുള്ളത്? അപ്പോഴാണ് നമ്മൾ മുസ്ലിമാണ്. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ അകല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല. ചിലപ്പം അത്ര നല്ലതാവൂല, നിലവാരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അധ്വാനിച്ചിട്ട് എന്താണോ ഉണ്ടാകുന്നത് അതാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ ഭയങ്കര രസം. എല്ലാ പ്രവാചകന്മാരും എങ്ങനെ ജീവിച്ച്? അധ്വാനിച്ചാ ജീവിച്ച്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറക്കി കൊടുത്തുകൂടായിരുന്നു. ഒരു കെട്ട് നാണയം അല്ലെ, എന്തൊക്കെ അത്ഭുതങ്ങളാണ് അള്ളാഹു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കാണിച്ചത്. പക്ഷെ ചെയ്തിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും പണിയെടുത്തു. എല്ലാവരും പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കും. ഒരു നബിയില്ല ജോലി ചെയ്യാത്ത. കാരണം അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയും. അപ്പൊ ഈ ഉപദേശം, ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. 3 പ്രധാനപ്പെട്ട വസിയ്യത്തുകളാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം മനോഹരമാണ്, സന്തോഷപ്രദമാണ്. അള്ളാഹു അങ്ങനെ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും സന്തോഷപ്രദമാകുന്ന സൗഭാഗ്യവാന്മാർ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.
ഹദീസ് ക്ലാസ് ഉണ്ട് രാവിലെ 7 മണിക്ക്.